റെയിൽവേ റെയിൽവേയുടെ പാലം. റെയിൽവേ പാർക്കിംഗ് റോഡിന്റെ വീതിയുള്ള ടാർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ശരിക്കും അത് ഒഴിവാക്കുന്നുണ്ടോ? MC റോഡിന് ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞു, ഈ ചെറിയ വഴിക്ക് കയറി. ഞാൻ ഇടയ്ക്കുന്ന വീഡിയോ കഴിഞ്ഞില്ല, മൊബൈലിലെ ചാർജ് ഞാൻ ശ്രദ്ധിച്ചില്ല, കണ്ടപ്പോൾ ചാർജ് ഡൗൺ ആയി. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വണ്ടി കണ്ടു. ഇനി എന്തെങ്കിലും ഇതിൻ്റെ ലോഡ് എന്തെങ്കിലും ആക്കണം ഇനിയിപ്പോൾ. അപ്പോൾ സുമാര കുളിക്കാനൊക്കെ അടിപൊളി സ്ഥലമുണ്ട് ഇവിടെ. ഈ ലെഫ്റ്റ് സൈഡിലൂടെ പോണതാണ് പുഴ. സൈഡിലൂടെ പോണതാണ് പുഴ. പുഴ എന്ന് വെച്ചാൽ അത്ര ഒന്നുമില്ല, ഈ അരുവിയാണ്, ഈ കാട്ടിൽ നിന്ന് ഒഴി പറഞ്ഞ വെള്ളമാണത്. അടുത്ത സിമെന്റ് വണ്ടിക്കാരൊക്കെ പറയാം, അതൊക്കെ നിർത്തി കുളിച്ചിട്ടേ പോകുള്ളൂ. കുളിക്കാൻ വേണ്ടി നിർത്തിയാണ് വണ്ടിക്കാരൊക്കെ, കുളിക്കാനും ഉറങ്ങാനും. ടിപ്പറും ഇതൊക്കെ തമിഴ്നാട് ടിപ്പറാ. അവർ രാത്രി വന്ന് ലോഡറൊക്കെ ഇട്ട് തിരിച്ചു പോകണേ അവർ. അപ്പോൾ അവർക്ക് ഉറക്കം വന്നപ്പോൾ നിർത്തിയാണ് അതൊക്കെ. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നതാണ് തെന്മല ഫോറസ്റ്റ്. തെന്മല, ഇതിലാണ് തെന്മല ഫോറസ്റ്റ് കേട്ടോ. തെന്മല കാലത്തന്നെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകാനുള്ള സെറ്റപ്പില്ല. കോളേജിൽ പോകണ ആൾക്കാരൊക്കെ കോളേജിൽ പറഞ്ഞ സെന്റർ പിടിച്ചിട്ട് പറഞ്ഞ. സർക്കാർ ബസ്സാന്ന് പറഞ്ഞിട്ട് എന്താ അഹങ്കാരം. ഇതുപോലത്തെ ഒരു വണ്ടി നമ്മളെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പിന്നെ അറിയാവുന്ന പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നവരൊക്കെ ഉണ്ടാക്കില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആ സ്പീഡിലല്ലേ പോകാൻ പറ്റുള്ളൂ അല്ലേ, ചെയ്യാൻ പറ്റും. നമ്മൾ തെന്മല ആവാറായിക്കൊണ്ടിരിക്കണം. മഴ ചെറുതായിട്ട് ചാറുണ്ട്. തെന്മല ആവാറായിക്കൊണ്ടിരിക്കണം. പന്ത്രണ്ട് വില നല്ല കലക്കലക്കണം. മലയാളിയാണ്, മലയാളി. KSRTC അടുത്ത മുകളിൽ വീടുകൾ നോക്കിയ സൈഡില് നമ്മുടെ ഇടത്തെ വശത്തൂടെ പുഴ പോണ പുഴ വലിയ ഡേഞ്ചർ പുഴയൊന്നുമല്ല. വെള്ളം നല്ല അടിപൊളി, നല്ല തണവാ കുളിക്കാനൊക്കെ. ഞാൻ പണ്ട് കുളിക്കുന്ന വർഷം കുറേ ആയിരിക്കും. ഇപ്പം നിർത്തി കുളിക്കാതെ കാരണമല്ല, ഇപ്പം കുളിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, മിനിഞ്ഞാന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ പകലൊരു 2 മണിക്കൂർ ഉറങ്ങിയേക്കണം. അത് കാരണം കുളിച്ചാലേ നന്നായിട്ട് ഉറക്കം വരും. അപ്പം ഇന്ന് ഇറക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് മാക്സിമം അവിടെ വിട്ടു പോകണില്ല. ഇന്ന് പോയി ഇറക്കി കഴിഞ്ഞാൽ ഇറക്കിയിട്ട് രക്ഷപ്പെടും. പോലീസിന്റെ ബസ്സും എന്താ പാലം, റെയിൽവേ പാലം ഉണ്ട്. റെയിൽവേയുടെ ഒന്നുണ്ട്. റെയിൽവേയുടെ പാലം. റെയിൽവേ പോണ റെയിൽവേ. അതെ, അവിടെ ഗുഹയുണ്ട് റെയിൽവേക്ക്. ഗുഹ തെന്മല എത്താറായി. തെന്മല, നമ്മളങ്ങനെ തെന്മല താറുണക്കെ താർ തെന്മല കൊല്ലം, കൊട്ടാരക്കര, പുനലൂരൊക്കെ നേരെ.
നമ്മള് തെന്മല 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 അതാണ് തെന്മല ജംഗ്ഷൻ. തെന്മല 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 തെന്മലയാണ് തെന്മല. തിരുവനന്തപുരം ചെങ്കോട്ടை. അങ്ങനെ ആ വണ്ടിക്കാരനെ കാണും. നാളെ തെന്മല ഫോറസ്റ്റ് ആണ്. അല്ല, നമ്മൾ കുറെ നേരമായി തെന്മല റേഞ്ചിന്റെ ഭാഗത്തേക്ക് കയറിയിട്ട്. അതൊക്കെ നമുക്ക് ഈ ഗിയറിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ലോഡും വണ്ടിയാ, 50 ടൺ ലോഡുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പതുക്കെ ഇറങ്ങാൻ, ഇവിടെ കയറ്റം കയറാൻ പതുക്കെ ഇറങ്ങാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഒരു വണ്ടി കയറി പോകണം, ലൈറ്റ് ലോഡാവും. കാരണം അങ്ങനെ കയറി പോകണം. നമുക്കും അതേപോലെ കയറി പോകണേ പോവുകയൊക്കെ ചെയ്യട്ടോ. എന്താ കുഴപ്പമൊന്നും വെച്ചാൽ പെട്ടെന്ന് വല്ല സടമ്പല ചവിട്ടണ വന്നു കഴിഞ്ഞാൽ ചിരിക്കും. അതാണ് ഈ അപകടങ്ങൾ ഉണ്ടാവാനുള്ള മെയിൻ കാരണം. ഹസ്ബൻഡ് യു ടേൺ പോലത്തെ ഹസ്ബൻഡ് ആട്ടത്. നമുക്കിങ്ങനെ പതുക്കെ ഇറങ്ങാനേ പറ്റുള്ളൂ. തെങ്കാശിക്ക് കുറേ ബസ് കൊണ്ടിട്ടോ. അല്ല, നമ്മളെ പൊള്ളാച്ചിയൊക്കെ പോണ പോലെ തന്നെ, പൊള്ളാച്ചി കോയമ്പത്തൂർ പോണ പോലെ തന്നെ. ഒരു ഹസ്ബൻഡില്ല, യു ടേൺ. വെൽക്കം തെന്മല ഇക്കോ ടൂറിസം. ഇക്കോ ടൂറിസത്തിന്റെ സോണത്. അതൊക്കെ തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ഭാഗങ്ങളതൊക്കെ. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല നമുക്ക്. ഞങ്ങളുടെ ബോർഡ് കണ്ടുകൊണ്ട് പറഞ്ഞാണ് തെന്മല ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞത്. നമ്മുടെ തമിഴ്നാട്ടിൽ നേരത്തെ നമ്മൾ ചേച്ചിമാർ കണ്ടു പോണ പോലെ നമ്മുടെ നാട്ടിലും പോകണ പോലെ. എനിക്ക് തോന്നുന്നു തൊഴിലുറപ്പ് തന്നെയാണെന്നുണ്ട്. 8:45 തൊഴിലുറപ്പ് തന്നെയാണ്. തൊഴിലുറപ്പിന് പോണ ചേച്ചിമാരാണ് കൊണ്ടത്. തെന്മല ആയി തോന്നിട്ടോ. പക്ഷെ തെന്മല നമ്മൾ കഴിഞ്ഞു. എക്കോ ടൂറിസം ഇതിൻ്റെ തന്നെ KIPക്കാൻ. ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് പൊന്നൂർ, അവിടെ ബോർഡ് ഉണ്ട്. പൊന്നൂർ വലത്തോട്ട് തെന്മല പോലീസ് സ്റ്റേഷൻ. ഇവിടുന്ന് ഇടത്തോട്ട് പോണതാണ് തെന്മല ഡാം. അമ്മ വലത്തോട്ട് തെന്മല എക്കോ ടൂറിസം. തെന്മല എക്കോ ടൂറിസം പിടിച്ചോട്ടോ. ചായ കുടിക്കാൻ ഇവിടെ ഒതുക്കാൻ പറ്റുന്ന ഒതുക്കി ചായ കുടിക്കണം. തെന്മല എക്കോ ടൂറിസം കേട്ടോ. എക്കോ ടൂറിസം തെന്മല എക്കോ ടൂറിസം. കുറേ ഉണ്ടെന്ന് കാണാനൊക്കെ. തെന്മല എക്കോ ടൂറിസം. നമ്മളങ്ങനെ ഇപ്പോൾ വേറെ സ്ഥലത്തിൻ്റെ ഇത് തെന്മലയുടെ ഭാഗങ്ങൾ തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിയും. ഇടത്തോട്ടാണ് പുനലൂർ. തെന്മല ടൂറിസത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മളിവിടുന്ന് ഇടത്തോട്ട് പോകും. ഇടത്തോട്ട് നേരെ പുനലൂർ. പുനലൂർ 22 കിലോമീറ്റർ. പുനലൂർ 17 കിലോമീറ്റർ. പുനലൂർ 17 കിലോമീറ്റർ ഉണ്ട്. പുനലൂർ
പുനലൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞിട്ടിപ്പോൾ അതെ നമ്മുടെ ചേച്ചിമാർ തൊഴിലുറപ്പിലെ ചേച്ചിമാർ തൊഴിലുറപ്പിന്റെ ചേച്ചിമാർ ഇപ്പൊ നമ്മളൊരു 10 കിലോമീറ്ററുള്ള ഇതേപോലത്തെ ടീമുകളെ കുറെ കണ്ടുപോ കണ്ടമാനം ചേച്ചിമാരുണ്ട് തൊഴിലുറപ്പിന്റെ. സാധനം വെച്ചാൽ നോക്കിയേ മയില് മയില് ഒരു പേടിയില്ല. മയില് എന്റെ വീട്ടിലൊക്കെ ഇറങ്ങി വരും കേട്ടോ. നല്ല പച്ചപ്പ് സുന്ദരമായ നാട്. സ്ഥലത്തിന്റെ പേരെന്താണോ? അവിടെ ബോർഡുണ്ടാവും. പേര് എഴുതിയാണ് ബോർഡ്. നിങ്ങൾ ആ കടയുടെ പേര് മാത്രം എഴുതി. സ്കൂൾ ബസ് പോണം. സ്കൂൾ ബസ് പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ CBSE. ഉറുകുന്ന് ഇപ്പൊ നമ്മള് നേരത്തെ അതിന്റെ ബാക്കി തന്നെ അവിടെ നിന്ന് 1/2 കിലോമീറ്റർ 200 മീറ്റർ ഒന്നുണ്ടാവുള്ളൂ. ഇതാണ് ഉറുകുന്ന് സ്ഥലം. ഉറുകുന്ന് നമ്മള് കേരള തേക്കിൻകാടാണ്. തേക്കാണ് തേക്ക്. ഈ സൈഡിലൊക്കെ വീടാട്ടോ. വലത്തെ സൈഡിലൊക്കെ വീടും. ഇടത് സൈഡിലൊക്കെ തേക്കാണ്. ഈ കാട് മുഴുവൻ തേക്കാം. നമ്മളെ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഈ പമ്പിൽ പോയിട്ടാണ് നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് ഞാൻ തൂത്തുക്കുടി പോയിട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ പുനലൂര് ഞാൻ നേരത്തെ ആ പുനലൂര് കഴിഞ്ഞിട്ട് കുറച്ച് ഇടഭാഗങ്ങളൊന്നും പിടിക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ വീഡിയോയിൽ പിടിച്ചിട്ട് ഭാഗങ്ങളെ കൂടെ തന്നെ വന്നത്. അത് കാരണം ഞാൻ പിന്നെ പിടിക്കാഞ്ഞത്. നമ്മൾ പുനലൂർ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോ തന്നെ പിടിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ പുനലൂരായിട്ടാ. ഇതാണ് പുനലൂര്. ഇത് നമുക്ക് പത്തനാപുരം പോകണം. പുനലൂർ ഇവിടുന്ന് വലത്തോട്ട് പോകണം നമുക്ക്. ണ്ടാവും ഫാസ്റ്റ്. ഇത് ശരണ്യയുടെ ടേക്ക് ഓവറൊന്നുണ്ട്. ബേക്കില് ഫാസ്റ്റിന്റെ ബോർഡ്. വണ്ടിമേ സൂപ്പർ ഫാസ്റ്റ്. എന്തൊക്കെയാണ് KSRTC കാട്ടിക്കൊടുക്കണേ. ഇത് നമുക്ക് അടുത്ത് കിട്ടണം പത്തനാപുരം 13 കിലോമീറ്റർ. ബോർഡ് മേതേക്കണത് ഫാസ്റ്റ് പാസഞ്ചർ. ബസ് മേതേക്കണത് സൂപ്പർ ഫാസ്റ്റ്. അപ്പൊ ടിക്കറ്റ് എങ്ങനെ മേടിക്കാവോ? നമ്മ പുനലൂർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ പാലം അതാണ് ഇപ്പൊ കണ്ടത്. പത്തനംതിട്ട 37 കിലോമീറ്റർ. ഇവിടെ കയറുമ്പോൾ നല്ല വഴിയാണ്. കയറുമ്പോൾ നല്ല വഴിയായി. അല്ല മറ്റേ ആര്യങ്കാവ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മൊത്തം അങ്ങനെ വഴി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ചെറിയ ഭാഗം മാത്രം. പത്തനാപുരമാണ് കിട്ടുന്ന സ്ഥലം. പത്തനാപുരം നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് ഈ വഴിക്കല്ല കേട്ടോ വന്നേ. ഇത് പുതിയ പാലമാണ് തേക്കണതാ. പാറ റബ്ബർ തോട്ടങ്ങളാണ് മുകളിൽ കാണുന്നത്. മുക്കടവ്. ഈ സ്ഥലത്തിന്റെ പേരാണ് മുക്കടവ്.
നോക്കട്ടോ സംഭവം ഇത് ഫാസ്റ്റ് അല്ലാട്ടോ, സൂപ്പർ ഫാസ്റ്റ് അല്ലാട്ടോ, ഫാസ്റ്റാ വണ്ടി. ഇതുണ്ടോ എൻ്റെ ബേക്ക് നോക്കിയേ, ബേക്ക് കണ്ടോ, നെടുങ്കണ്ടം ഫാസ്റ്റ് എന്ന് ബോർഡ് ഉണ്ടോ ഉണ്ടോ, എന്താല്ലേ നമ്മളാ കണ്ട KSRTC ഇല്ലേ, അത് സൂപ്പർ ഫാസ്റ്റ് അല്ല, ഫാസ്റ്റ് തന്നെയത്. പക്ഷെ വണ്ടി സൂപ്പർ ഫാസ്റ്റിന്റെ ബോർഡും ഉണ്ട്, അതിൽ ഫാസ്റ്റിന്റെ ബോർഡും ഉണ്ട്. അപ്പൊ കയറി കഴിയുമ്പോഴാണ് എന്ത് ടിക്കറ്റ് മേടിക്കവര്. അത് ഏതോ പ്രൈവറ്റ് ബസ്സിന്റെ ടേക്ക് ഓവറോ, ഞാൻ എന്തോ പറഞ്ഞ ശരണ്യയുടെ ആണോ എന്ന് സംശയം ഉണ്ടെന്ന്. ഫാസ്റ്റ് ഉള്ള സാധനം അല്ലെ, പിന്നെ ആ ലോക്കൽ ഷോപ്പിൽ നിർത്തില്ലല്ലോ. പിറവത്തൂർ പറയാം, പിറവത്തൂർ പിറവന്തൂരാണ്, പിറവന്തൂർ. കല്ലട ഇറിഗേഷൻ പ്രൊജക്ട്. ശരിക്കും നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ വഴിയുള്ള വഴികൾക്കൊക്കെ ഈ വീതി വേണം, ഈ വീതിയും വേണം. വഴിയിലുള്ള അശാസ്ത്രീയമായ പാർക്കിങ്ങൾ എല്ലാം എടുത്ത് കളയും. ഇതുകൊണ്ട് ഇപ്പോൾ ബൈക്ക് വെച്ചിട്ടുണ്ടോ, അതുപോലെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എടുത്ത് ദൂരെ കളയുക, അല്ലെങ്കിൽ നല്ല ഫൈൻ അടിച്ചു കൊടുക്കുക. അതേപോലെ റോഡ് ക്ലിയർ ആയി എന്തായാലും അപ്പോൾ ആക്സിഡൻറ്റും കുറേ തിക്കുന്നവർക്കും ഉണ്ടാവില്ല, ബ്ലോക്കും ഉണ്ടാവില്ല. തടി പിടിച്ചിട്ടാണല്ലോ തടി കൊടുക്കണ സംഭവം. തടിയുടെ തേക്കുന്നതിൻ്റെ ചാടാന്നുണ്ട് ഫോറസ്റ്റിൻ്റെ വിൽപ്പണിക്കൊക്കെ ലേലം വിളിച്ച് കൊടുക്കുമായിരിക്കും. സർക്കാർ ലേലത്തിൽ കൊടുക്കണ തടിയത് മുറിച്ചിട്ട് സർക്കാരിൻ്റെ ഡിപ്പോയാണ്. അവിടുന്ന് എങ്ങനെ തടി എടുക്കണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അങ്ങാറ്റം വരെ റോഡ് വേണം, ബസ് വരെ നിർത്തിയാനുണ്ടോ, അവരുടെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് ഇവിടെ, സൈഡൊക്കെ ഒതുക്കി നിർത്തിയാൽ ഞാൻ ലോക്കൽ വണ്ടിയാണ്. അങ്ങനെ തിരിയണ സ്ഥലം ഏറെക്കുറെ ഓവറായി തോന്നും. പുനലൂർ കഴിയുമ്പോൾ റോഡിൻ്റെ അവസ്ഥയും മാറി, വണ്ടി ഒന്ന് മൂവ് ആവാനും തുടങ്ങി. വലിയ കയറ്റങ്ങളും ഇല്ല, ഒന്നുമില്ല. നല്ല ക്ലിയർ റോഡായി. നമ്മളങ്ങനെ പത്തനാപുരത്തിൻ്റെ ഭാഗങ്ങളായിട്ടാ, പത്തനാപുരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാറിൻ്റെ മണ്ഡലമാണത് പത്തനാപുരം. പത്തനാപുരം ടൗണിൻ്റെ മെയിൻ ഭാഗങ്ങളൊന്നും ആയിട്ടുള്ളതുകൊണ്ട് മെയിൻ ഭാഗങ്ങളൊക്കെ ആവാൻ പോകണുള്ളതുകൊണ്ട് പത്തനാപുരം. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ പത്തനാപുരത്തിൻ്റെ ഒരു പച്ച പോള് കണ്ട. നേരത്തെ കണ്ട കടകളിലൊക്കെ പത്തനാപുരത്തെ മോള് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ തോന്നുന്നുണ്ട് പത്തനാപുരം ടൗണിൻ്റെ മെയിൻ ഭാഗങ്ങൾ. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക്. പത്തനാപുരം കുഴപ്പമില്ല, വലിയ ടൗണാ. ഇപ്പോഴാണ് ശരിക്കും പത്തനാപുരം ടൗണിൻ്റെ ഭാഗങ്ങളിലേക്ക് ആയത്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ കണ്ട ഔട്ടറാ പത്തനാപുരത്തിൻ്റെ. പത്തനാപുരം കുഴപ്പമില്ല, വലിയ ടൗൺ തന്നെയാണ്. വേണാട് ലക്ഷ്മി പുണ്യാളൻ പ്രൈവറ്റ് ബസ്സുകളാണ്. കൊട്ടാരക്കര എടത്തോട്ട പത്തനംതിട്ട ശബരിമല നേരെ. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് തിരിയണ്ടായിരുന്നു. ആണ് പത്തനാപുരം ടൗണിൻ്റെ മെയിൻ ഭാഗങ്ങളായി. പത്തനാപുരം കുഴപ്പമില്ല, വണ്ടൻ ടൗൺ തന്നെയാണ്.
അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കാറുകളൊക്കെ പാർക്ക് ചെയ്യണം. ഓരോ റോഡ് പണിതേക്കണത് വണ്ടികൾക്ക് ഓടാനാ. ഇത് കടക്കാർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടി പാർക്കിംഗ് റോഡിന്റെ വീതിയുള്ള ടാർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് ശരിക്കും അത് ഒഴിവാക്കണം. അപ്പൊ എന്തൊരു റോഡ് എത്ര ക്ലിയർ ആവും. കല്ലും കടവ് നമുക്കിനെ ഇവിടുന്ന് അടൂർ റോട്ടിക്ക് തിരിയണം. അടൂർ റോട്ടിക്ക് തിരിഞ്ഞോളാം നമുക്ക് പോവാൻ. അടൂർ റോട്ടിക്ക് കയറി നമ്മൾ MC റോട്ടിക്ക് ഇടും. എന്നിട്ട് അടൂർ പോടുണ്ട്. അടൂർ നമുക്ക് ഈ റോട്ടിൽ ഇടാൻ പോവാം. അപ്പൊ ഈ റോഡിൽ കയറിയിട്ട് വലിയ ഒരു ഗുണമുള്ള റോഡിന്റെ മേലൊന്നും കാണാനില്ല. നമ്മളിപ്പോ ഒന്നാം റോഡിന് അത്രയും സുഖമില്ല. അപ്പുറം കൊണ്ടു കുഴി കണ്ടിരുന്നാൽ മതിയാണ്. നമ്മളെ എങ്ങനെ ഈ റോഡിൽ കയറിന്റെ പക്ഷേ റോഡിന് ഈ വീതി തന്നെയാണ്, കുഴപ്പമില്ല. ഇതുവരെ വലിയ കുണ്ടും കുഴിയൊന്നുമില്ല. കുണ്ടും കുഴിയ കാര്യങ്ങളൊന്നും ഇല്ല. ബൈക്കാരത് കൊണ്ട് ബൈക്കാരൻ നിർത്തിയുണ്ടോ. ഒരു കാറുകാരനെ കയറണൊക്കെ അന്നാണ് കയറും. ഈ സ്ഥലത്തിന്റെ പേരാണ് മരുതിമൂട്. മരുതിമൂട് മരുതി എന്ന് പറഞ്ഞാൽ മരമുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇവിടെ എന്താണെന്ന് അറിയില്ല കേട്ടോ. ചെറുതായിട്ട് ചാറുണ്ട്. മഴയ്ക്ക് പവർ കൂടിക്കൊരുക. ഈ സ്ഥലത്തിന്റെ പേരാണ് പാറക്കൽ. മഴയ്ക്ക് പവർ കൂടി വരിക. പാറക്കൽ മഴയ്ക്ക് പവർ കൂടി. അതുപോലെ 10 വണ്ടിയെ പോണ. മഴയ്ക്ക് പവർ കൂടി വരും കേട്ടോ. നെയ്യട്ടങ്ങട് നമ്മൾ കണ്ടാക്ക സിമെന്റ് വണ്ടികളാ. പട്ടാഴിമുക്ക് പട്ടാഴിമുക്ക് ഒരാഴ്ച പറഞ്ഞ മഴത്തൊക്കെ എന്തിനിങ്ങനെ വൃത്തിയാക്കി കയറി വരാൻ നിൽക്കണം. ഇതാണ് ഏഴംകുളം. എന്നല്ലേ ഏഴംകുളം. ഏഴംകുളം നമ്മളങ്ങനെ ഇപ്പൊ അടൂരെത്തി. അടൂര് നമ്മളങ്ങനെ അടൂരിന്റെ ഭാഗങ്ങൾ, അടൂരിന്റെ തിരക്കുകളെ കാണാം. അടൂര് വലിയൊരു ടൗണാട്ടോ. അടൂർ ടൗണാണ്. അടൂർ മഴ പെയ്തപ്പോ മഴ മാറിയപ്പോ എല്ലാം ബൈക്കാരൊക്കെ എല്ലാവരും റോട്ടിൽ കയറി.
അടൂര് വലിയ കുഴപ്പമില്ല, നല്ല വട്ട. നമ്മൾ സാധാരണ ഇപ്പോൾ പണ്ട് ആദ്യം അടൂര് ബൈപ്പാസ് പറഞ്ഞു, ഞാനൊക്കെ ഡ്രൈവർ ആയ സമയത്ത് അതുപോലെ ക്ലീനർ പണിയുടെ സമയത്തൊക്കെ നമ്മൾ ഇതിലായിരുന്നു MC റോഡും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ നടക്കും ബൈപ്പാസ് പറഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ടാ. ബൈപ്പാസ് പറഞ്ഞപ്പോൾ നമ്മളെല്ലാ വണ്ടി ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അടൂര് കഴിയാറായി തോന്നുന്നുണ്ട്. ഒരു ടൗണിന്റെ തിരക്കെല്ലാം കഴിഞ്ഞു. ടൗണിന്റെ തിരക്ക് കഴിഞ്ഞു. ഇപ്പൊ ആ ലോറികളൊക്കെ പോകണേ, അതാണ് അടൂര് ബൈപ്പാസ്. ഈ ബൈപ്പാസ് പറഞ്ഞതിന് മുമ്പ് നമ്മളെല്ലാ വണ്ടി ഇതിലാണ് വന്ന് പോയിക്കൊണ്ടിരുന്നത്. അത് ഞാൻ ഫസ്റ്റ് ക്ലീനർ പണി തുടങ്ങിയ സമയത്ത്, ഞാൻ ഡ്രൈവറായ സമയത്ത് നമ്മളെല്ലാം ഇപ്പോൾ ആ ലോറി തിരിഞ്ഞു പോകണില്ലേ, അതിൽ പോവാതെ കൊട്ടാരക്കരയ്ക്ക് പോകണ വണ്ടിയൊക്കെ നമ്മൾ വന്ന ട്രാക്കിൽ തന്നെ പോകാറുണ്ട്. നേരെ നമ്മളിപ്പോൾ MC റോഡിലേക്ക് ഒന്ന് കയറി. നേരെ പോയാൽ കായംകുളം, നമ്മളിവിടുന്ന് വലത്തോട്ട് പോകും, കോട്ടയം MC റോഡ് വലത്തോട്ടോ. MC റോഡായി അല്ല, നമ്മൾ നേരത്തെ സീൽ കഴിഞ്ഞപ്പോൾ MC റോഡിലേക്ക് കയറി. നേരെ പന്തളം, ചെങ്ങന്നൂർ, കോട്ടയം. നമ്മളങ്ങനെ പന്തളം. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല. പന്തളം. റോഡിൽ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡും കാർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിങ്ങും എല്ലാം. നോ പാർക്കിങ്ങും ഓടും വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒക്കെ റോഡിലെ പാർക്കിങ്. അല്ല, വണ്ടി നടന്ന് പോകണം. കാരണം ഇപ്പം ഈ വണ്ടി ഓടിക്കാനുള്ള വഴിക്ക് വീതിയിലുണ്ടല്ലോ, വഴിക്ക് നല്ല വീതിയുണ്ട്, പക്ഷെ റോഡിലാണ് എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തതാണ്. കാറുകാരൻ കയറി വന്നിട്ട് എന്തൊരു ചെയ്യണം, അവന് അടുത്ത കളകളെ നോക്കണം. എന്ത് ഭംഗിയാണല്ലോ ഓരോ കടകളുടെ മുമ്പിൽ പാർക്ക് ചെയ്താണ്. ഇതാണ് പറഞ്ഞ രാത്രിക്ക് വണ്ടി ഓടിക്കാൻ ഏറ്റവും സുഖം കേരളത്തിൽ. ഇപ്പം ഞാനിപ്പോൾ ഇത് തിരുവല്ലയ്ക്ക് റോഡ് എടുക്കണ പറഞ്ഞാൽ ഞാൻ പകൽ വന്ന, അല്ലെങ്കിൽ ഞാൻ തെക്കോശി കഴിയുമ്പോൾ അവിടെയുള്ള സൈഡൊക്കെ ഞാൻ കിടന്നിട്ട് ഞാൻ രാത്രിക്ക് വരുള്ളൂ. അല്ല തൃശ്ശൂരോ എറണാകുളമൊക്കെയാണെങ്കിൽ ഞാൻ രാത്രിക്ക് പോകുള്ളൂ. പിന്നെ ഈ ഉള്ള ഇതിലൊക്കെ ജാമാക്കി ചവിട്ടിയാണ് വണ്ടി പോകണ്ടോ. അപ്പോൾ എത്ര ദൂരെ വരി നോക്കിയാൽ. അങ്ങനെ നമ്മൾ പന്തളം കഴിഞ്ഞു കേട്ടോ. നാളെ പന്തളത്തിൽ എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ പാട്ടുപുറക്കാവ് ഭഗവതി ക്ഷേത്രം. മണികണ്ഠനാൽക്കര ക്ഷേത്രം പന്തളം. ഈ സ്ഥലത്തിന്റെ പേരാണ് മാന്തുക. എവിടെയെങ്കിലും ബോർഡുണ്ട് നമുക്ക് നോക്കാട്ടോ. അതേത് ബോർഡുണ്ട് എന്താ സ്ഥലത്തിന്റെ പേര് മാന്തുക. ആരെയാണോ മാന്തേണ്ടത്? സ്ഥലത്തിന്റെ പേരാണ് മാന്തുക. എന്ന സ്ഥലത്തിന് മാന്തുക. നമ്മളാ MC റോഡിൽ നിന്ന് ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞു, ഈ ചെറിയ വഴിക്ക് കയറി. ഞാൻ ഇടയ്ക്കുന്ന വീഡിയോ കഴിഞ്ഞില്ല, മൊബൈലിലെ ചാർജ് ഞാൻ ശ്രദ്ധിച്ചില്ല, കണ്ടപ്പോൾ ചാർജ് ഡൗൺ ആയി. അപ്പോൾ ഞാൻ ചാർജ് കുത്തിട്ടേ കയറും. നമ്മളങ്ങനെ ലോഡ് വെക്കുന്നത് ഇതിന് ഇവിടെ അടുത്ത് തന്നെയാന്ന് പറഞ്ഞാൽ. ഇതെന്താ സംഭവം. നമ്മളങ്ങനെ ലോഡ് ഇറക്കുന്നിടത്ത് വന്ന് ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടാ കട്ടയച്ചു കൊടുത്തു. അപ്പോൾ വേറെ വണ്ടിയില്ല, വേഗം അയക്കാൻ പോകാം. അപ്പോൾ ഞാൻ കാരണം അവനെ ഒന്ന് പോയി കട്ടൊക്കെ അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇറക്കട്ടെ. ഇതാണ് സംഭവം.
ഇറക്കാൻ തുടങ്ങിയവർ. 7up, കൊക്കക്കോള എല്ലാം ഉണ്ട്, പെപ്സി എല്ലാ സാധനം ഉണ്ട് ഇന്ന്. കണ്ട, ഇതാണ് സംഭവം. ഇതുണ്ട്, അക്കിഫിനയുടെ വെള്ളമുണ്ട് മുമ്പിലുണ്ട്. അക്കിഫിനയുടെ വെള്ളമുണ്ട്, പിന്നെന്താ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്ന ഇത് കണ്ടോ, ഇത്രയും ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ട്. അതാണ് പായ ഇങ്ങനെ പൊന്തി നിൽക്കണോ, പായ പൊന്തി നിൽക്കണേ. ഇത്രയും ഭാഗം കൂടെ ബേക്കിലേക്ക് ഗ്യാപ്പ് ഉണ്ട് എന്നാലും പറഞ്ഞില്ല. ഇത്രയും ഭാഗം കൂടെ ബേക്കിലേക്ക് ഗ്യാപ്പ് ഉണ്ട്. പായ സുഖമായിട്ട് ക്യാരിയറിനകത്ത് കിടന്നേ. പായ പൊന്തി നിൽക്കില്ലായിരുന്നു. ഇതാണ് കണ്ടോ, പെപ്സി എല്ലാ സാധനം, പെപ്സി ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അമ്മ അങ്ങനെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞോടുന്നു. നമ്മൾ പോട്ടെ കേട്ടോ. നേരെ അടുത്ത ലോഡ്. സുഖമായിട്ടൊരു മണിക്കൂറോന്ന് തുടങ്ങി, ഉറക്കം പോകാത്ത പറഞ്ഞേ. നമ്മളങ്ങനെ MC റോട്ടിക്ക് തന്നെ ഒരു 200 മീറ്റർ ഉള്ളു. നമ്മളെ ലോഡറൊക്കെ അടുത്ത് MC റോട്ടിലേക്ക് 200 മീറ്റർ. ടാങ്കർ പോയില്ല, അതാണ് MC റോഡ്, ചെങ്ങന്നൂർ കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ MC റോട്ടിൽ കയറി. തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം. ഇവിടെ എവിടെയെല്ലാം വണ്ടി സൈഡാക്കണേ. അടുത്ത പരിപാടി എന്താ നോക്കണം. കാരണം നമ്മളെ കൊണ്ടുവന്ന ലോഡ് ഇറക്കി കിട്ടി. ഇനി അടുത്ത പുതിയ പരിപാടി എന്താ നോക്കാം. നമ്മളങ്ങനെ ലോഡൊക്കെ ഇറക്കി അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ ഇവിടെ കോടിമല സ്റ്റാൻഡ് വന്നു. കോടിമല സ്റ്റാൻഡ് വന്നിട്ട് ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും ലോഡ് എന്തെങ്കിലും നോക്കണം. അപ്പോൾ ഇത്ര നേരമായില്ലേ ഇവിടെ കോടിമല സ്റ്റാൻഡ് നോക്കി. നമ്മുടെ തൊട്ട് പറഞ്ഞ് ഇറക്കണേ പഞ്ചമുഖി ഇറക്കണ. പഞ്ചമുഖി രണ്ടുപേരും ഒരുമിച്ച്. പഞ്ചമുഖി ഇപ്പം നമ്മുടെ ഇപ്പുറത്തെ കുട്ടിയും ഒരുമിച്ച്. ഞാനിപ്പോൾ വണ്ടി ഇവിടെ കൊണ്ടിട്ടപ്പോഴാണ് കണ്ട പഞ്ചമുഖി ഇറക്കണ്ട. നമ്മുടെ കുട്ടി മുന്നേ നമ്മൾ കൊടുത്ത കുട്ടി പഞ്ചമുഖി ഇവിടെ കിടക്കണം. അതിനിപ്പുറത്ത് തന്നെ നമ്മുടെ ഇപ്പോൾ കുട്ടിയും കിടക്കണം. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടപ്പോൾ, ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടോ വണ്ടി കണ്ടോ. ഇനി എന്തെങ്കിലും ഇതിൻ്റെ ലോഡ് എന്തെങ്കിലും ആക്കണം ഇനിയിപ്പോൾ. അപ്പോൾ സുമാരാൻ്റെ ഓഫീസിൽ പോയി പറഞ്ഞു നാളേക്ക് എന്തെങ്കിലും ആവുമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ പേര് നിർത്താനുണ്ട്. നന്നായിട്ട് ഉറക്കം വരുന്നതാണേ. അപ്പോൾ പകലവിടെ കിടന്നപ്പോൾ ഒരു 1.5 മണിക്കൂറോടെ ഉറങ്ങിയുള്ളൂ. നന്നായിട്ട് ഉറക്കം വേണ്ടി കുളിക്കുക, ഇനി കിടന്നുറങ്ങുക. അപ്പോൾ നാളെ തന്നെ പുതിയ വിശേഷം കണ്ടു വരാം കേട്ടോ.